ഈശോയുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദുഃഖ ശനിയാഴ്ച പുത്തൻ വെള്ളവും പുത്തൻ തിരിയും വെറ്റിയിരിക്കുന്ന ദിവസം, നമ്മുടെ ഓരോരുത്തരുടെയും ജ്ഞാനസ്നാനത്തെ അനുസ്മരിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്. ജ്ഞാനസ്നാനത്തിന്റെ വ്രതങ്ങളെ നവീകരിച്ച് വീണ്ടും ഈശോയുടെ ഉയർപ്പിൽ ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി യോഗ്യരായി തീരുന്ന ദിവസം. നമുക്ക് നിമിഷങ്ങൾ ഈ ദിവസത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പ്രലോഭനങ്ങളെ നേരിട്ട് പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഒറ്റിക്കൊടുക്കപ്പെട്ട് പലതരത്തിലുള്ള പാടുപിടികൾക്ക് വിധേയപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് ഇന്ന് ഉദ്ധിതനാകുമ്പോൾ നമ്മൾ പ്രലോഭനങ്ങളെയും പിശാചിനെയും ലാഭപാഠങ്ങളെയും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നതാണ് ഈ ദേവാലയത്തിലേക്ക് ആദ്യമായി നമ്മൾ പ്രവേശിച്ചത്. നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കളുടെ പ്രാർത്ഥനകളിലൂടെ ആ ഒരു ഉറപ്പ് കർത്താവിന് കൊടുത്തിട്ടാണ്. ആ ഉറപ്പ് പാലിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ ഉദ്ധാരണത്തിന് മഹത്വം പ്രാപിക്കാനായിട്ട് സാധിക്കുക. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഒന്നാമത്തെ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ സുലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സുലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പോ സാമോദം, പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുള്ളെങ്കിൽ നിൻ ചിത്തം നിറവേറണമേ, ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവതമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ലോകത്തെ ആദരിച്ച കരുണാനിധിയായ മിശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. മാമോദീസായിലൂടെ പുതുജന്മം നൽകുകയും പാപമോചനത്തിലൂടെ ഞങ്ങളെ അനുരഞ്ജിപ്പിക്കുകയും ചെയ്തതിന്റെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
നിന്റെ മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ നിന്റെ ഉയർപ്പിന്റെ മഹത്വത്താൽ ധന്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങേ ശരണപ്പെട്ടു, അങ്ങ് അവരെ രക്ഷിക്കുകയും ചെയ്തു. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സംരക്ഷകനായ കർത്താവെ നമുക്ക് പ്രത്യാശയർപ്പിക്കാം. അവരെല്ലാം രക്ഷ പ്രാപിച്ചു. എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. അവിടുന്നെ ബലപ്പെടുത്തും. നിന്റെ നാമത്തിൽ ചേർന്ന വിധം നേർവഴിക്ക് നയിക്കുകയും ചെയ്യും. ഭൂമിയിലെ വസ്തുക്കളും രാജ്യങ്ങളും അവയിലെ ജനങ്ങളും കർത്താവിന്റെ ആകുന്നു. അങ്ങേ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ ഊടുവഴികൾ എനിക്ക് അറിയിച്ചു തരണമേ. എന്നെ സ്നേഹിക്കുന്നവർ സ്വീകരിക്കേണ്ട മാർഗം അവിടുന്ന് തന്നെ കാണിച്ചു കൊടുക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങേ ശരണപ്പെട്ടു, അങ്ങ് അവരെ സംരക്ഷിക്കുകയും ചെയ്തു. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സംരക്ഷകനായ കർത്താവിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. ദൈവമേ, അങ്ങയുടെ ഭയഭക്തിജനകമായ പീഠത്തിന്റെയും ഉന്നതമായ ത്രോണോസിന്റെയും അനന്തവും സ്തുതിർഹവുമായ സിംഹാസനത്തിന്റെയും മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോവ്യന്മാർ ഇടപെടാതെ സ്തുതിക്കുകയും ശ്രാവ്യന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും ബുദ്ധന്റെയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാവിനെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 27:62-66 വരെയുള്ള തിരുവചനങ്ങൾ. പിറ്റേ ദിവസം, അതായത് ഒരുക്കത്തിന് ദിനത്തിനു ശേഷം പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും
പീലാത്തോസിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കുന്നു. അതിനാൽ 3-ാം ദിവസം വരെ ശവകുടീരത്തിന് കാവൽ ഏർപ്പെടുത്താൻ ആജ്ഞാപിക്കുക. അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ ഉദ്ധാനം ചെയ്തു എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. അങ്ങനെ അവസാനത്തെ ചതി ആദ്യത്തേതിനേക്കാൾ ദോഷകരമായി തീരുകയും ചെയ്യും. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ, നിങ്ങൾ പോയി ആവുമെന്ന് ഭദ്രമാക്കുകയും. അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരിലൂടെ കല്ലറ ഭദ്രമാക്കി. പ്രിയ സഹോദരരെ, ആദിമസഭയിൽ വലിയ ശനിയാഴ്ച മാമോദീസ നൽകുന്ന പതിവുണ്ടായിരുന്നു. ഇന്നും ചില സ്ഥലങ്ങളിൽ അത് പുനരാരംഭിച്ചിട്ടുണ്ട്. മാമോദീസയിലൂടെ നാം മിശിഹായോടൊപ്പം മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നുവെന്ന് പൗലോസ് ശ്ലീഹായുടെ വാക്കുകൾ ഓർക്കുക. അതുപോലെ പാപത്തോടെ മരിച്ച് മിശിഹായോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ് മാമോദീസയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ യാഥാർത്ഥ്യം അനുസ്മരിപ്പിക്കുവാൻ ഏറ്റവും ഉചിതമായ ദിനം ഇന്നാണല്ലോ. ഇപ്പോൾ നടക്കുവാൻ പോകുന്ന തിരുക്കർമ്മങ്ങൾ മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളം വ്യഞ്ചരിച്ച് നമ്മുടെ മേൽ തളിച്ചുകൊണ്ട് മാമോദീസ ജലത്തിലൂടെ നമുക്ക് പൊതുജന്മം ലഭിച്ചതിനെ നാം ഓർക്കുന്നു. ദീപം കൊളുത്തി ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുസ്മരിക്കുന്ന നാം ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ജ്ഞാനസ്ഥാന അവസരത്തിൽ നാം എടുത്ത വ്രതങ്ങൾ നമുക്ക് നവീകരിക്കാം. സഭയുടെ വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മിശിഹായിൽ നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ഞങ്ങൾ ജ്ഞാനസ്നാനത്തിന്റെ ആദിരൂപമായി യോർദാനിൽ വെച്ച് ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ അവിടുത്തെ മേൽ ഇറങ്ങി വസിച്ചവനും ഞങ്ങളുടെ പഴയ പ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ആവസിച്ചതിനെ വിശദീകരിക്കട്ടെ. ആത്മാവിനെയും ശരീരത്തെ പൗത്രീകരിക്കുവാനും ജീവിതം നവീകരിക്കുവാനുമുള്ള ശക്തി അവിടുന്ന് ഈ ജലത്തിന് പ്രദാനം ചെയ്യട്ടെ. മക്കളുടെ സ്ഥാനത്തേക്ക് ഞങ്ങൾ ഉയർത്തുകയും ചെയ്തവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അഭംഗുരം പാലിക്കുവാനും നിത്യസൗഭാഗ്യത്തിന് അർഹരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിലെ പ്രകാശമാകുന്നവനെ അനുഗ്രഹിക്കുവാൻ അനുഭവിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നവരോട് ചെയ്ത മിശിഹ അന്ധകാരം നീക്കി നമ്മെ പ്രകാശിക്കട്ടെ. ജീവൻ പകർന്നിടുന്ന
ജീവൻ പകർന്നിടുന്ന ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, വാനോർ വണങ്ങിടുന്ന ദീപമേ, ദീപമേ സ്വർലോക ദീപമേ, ജീവൻ പകർന്നിടുന്ന ദീപമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യഗാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നമ്മിൽ മിക്കവാറും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മാമോദിസ സ്വീകരിച്ചവരാണ്. അന്ന് നമ്മുടെ മാതാപിതാക്കളും ജ്ഞാനസ്ഥാന മാതാപിതാക്കളുമാണ് നമുക്ക് വേണ്ടി സഭയുടെ വിശ്വാസം ഏറ്റുപറഞ്ഞത്. ഈ വിശ്വാസ സത്യങ്ങൾ നമുക്കിപ്പോൾ ബോധപൂർവം ഏറ്റുപറഞ്ഞ് സ്വീകരിക്കാം. പ്രിയ സഹോദരരെ, നമുക്ക് ഒരുമിച്ച് സഭയുടെ വിശ്വാസ രഹസ്യങ്ങൾ ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും പ്രവർത്തിച്ചാലും യുഗങ്ങൾക്കെല്ലാം ഉത്തമനും പിതാവിന്റെ ജനിച്ചവനും എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകപിതാവുമായ ഈശ്വരശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും സത്യദൈവവും പിതാവിന്റെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചത്തിനാൽ ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷിക്കുകയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീഹായി പ്രതിഷ്ഠിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും വെളിപ്പെടുത്തിയതുപോലെ മൂന്നാം ദിവസം ഉയർത്തുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെത്തിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശാരീരികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സിനെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നാം ഏറ്റുപറഞ്ഞ വിശ്വാസമനുസരിച്ച് തുടർന്ന് ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹാ വഴി ഞങ്ങളെ രക്ഷിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മാമോദീസയും തൈലാഭിഷേകവും വഴി ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ദൈവത്തിന്റെ മക്കളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളും സഭയിലെ അംഗങ്ങളുമായി ഞങ്ങളെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച് അങ്ങയുടെ ദിവ്യാത്മാവിന്റെ പ്രേരണകൾക്ക് അനുസൃതമായി ജീവിതം നവീകരിക്കുവാനും ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഒപ്പുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പാപികളെ വിളിക്കുവാൻ പാപികളുടെ മധ്യത്തിലേക്ക് വന്ന കാരുണ്യവാനായ കർത്താവേ, പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികൾക്കാണ് വൈദ്യന് ആവശ്യം, സൗഖ്യമുള്ളവർക്കല്ല എന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. രോഗികളും പാപികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ. മാമോദീസ വഴി ദൈവപുത്രസ്ഥാനത്തേക്ക് അങ്ങ് ഞങ്ങളെ ഉയർത്തി. എങ്കിലും ദൂർത്തുപുത്രനെ പോലെ ഞങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നുപോയി. അങ്ങയുടെ മക്കളാണെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾ അർഹരല്ല. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. മനുഷ്യരുടെ പ്രത്യാശയും പ്രതീക്ഷയും ലോകത്തിന്റെ സമാധാനവുമായ മിശിഹായേ, അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ശത്രുതയും വിരോധവും കോപവും പ്രതികാരത്തിന്റെയും വെടിഞ്ഞ് പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായി നയിക്കും. സ്നേഹത്തിന്റെ പ്രമാണവുമായി ലോകത്തിലേക്ക് വന്ന കർത്താവേ,
പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരോട് ഹൃദയപൂർവ്വം ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കടങ്ങളെല്ലാം വീട്ടിക്കൊള്ളാമെന്നും കഴിയുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താലേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ജീവനെ ഹൃദയത്തിനാനന്ദമായി നീ വരൂ. വാവായെന്നീശോയെ എന്നിലൊന്നാകണേ. മമ ജീവന്റെ ആത്മാവിൽ നീ വാവായെന്നീശോയെ എന്നിലൊന്നാകണേ. മമ ജീവന്റെ ആത്മാവിൽ നീ വാവായൻ സ്നേഹമേ ഹൃദയത്തിൽ ചേരണേ. തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ തിരുജീവനേകും നിതാ എൻ ജീവന്റെ ആധാരമാ. മാലാഖമാരോടൊത്ത് എന്നും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ മിശിഹായ മാമോദീസ വഴി നിന്റെ മരണത്തിലും സംസ്കാരത്തിലും ഐക്യപ്പെട്ട ഞങ്ങളെ നിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമേ. പഴയ മനുഷ്യനെ നിന്നോടുകൂടി ക്രൂശിക്കുന്ന ഞങ്ങൾ നിന്നോടൊത്ത് ജീവിച്ചുകൊണ്ട് നിത്യ സൗഭാഗ്യത്തിന് അർഹരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പുനരുത്ഥാനത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധി അഹങ്കാരം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന് പ്രകാശവും ഭൂമിയിലൊന്നുമായി ജീവിച്ച് ഞങ്ങളെ
ലഭിക്കുവാൻ ഇടയാകട്ടെ.